ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നല്ലൊരു പകൽക്കാലം നമുക്ക് ദാനം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ സായം സന്ധ്യയിൽ നിങ്ങളുമായി ഒരു വേദഭാഗം പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 16:23. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. യേശു പത്രോസിനോട്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറയുന്നു. പിന്നെ യേശു ശിഷ്യന്മാരോട് പറയുന്നത്, താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ആവശ്യമാണ് എന്നാണ്. അപ്പോൾ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി, കർത്താവേ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു തിരിഞ്ഞ് പത്രോസിനോട് പറയുന്നതാണ്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം പറഞ്ഞതിനെതിരെ മനുഷ്യ ചിന്ത കൊണ്ടോ ഭയത്താലോ എതിര് പറവാൻ നമുക്ക് അവകാശമില്ല എന്നാണ്. പത്രോസ് യേശുവിന് ക്രൂശ് വരരുതെന്നുള്ള നല്ല ഉദ്ദേശത്തോടെയാണ് പറഞ്ഞതെങ്കിലും അവൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിരുന്നു. അതുകൊണ്ട് യേശു കടുത്ത ഭാഷയിൽ അവനെ ശാസിച്ചു. അതിനാൽ ദൈവവചനത്തോട് വാദിക്കാതെ വിശ്വാസത്തോടെ കീഴടങ്ങുക, അവയെ എതിർക്കാതെ വിനയത്തോടെ അംഗീകരിക്കണം. ഇതാണ് യേശു പഠിപ്പിക്കുന്നത്. മനുഷ്യർ പലപ്പോഴും സ്വന്തം ചിന്തയിലും അനുഭവത്തിലും ആശ്രയിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ദൈവവചനത്തെയും അവൻ്റെ പദ്ധതികളെയും ചോദ്യം ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. യെശയ്യാ പ്രവചനം 55:8 ഇങ്ങനെ പറയുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ വഴികൾ മനുഷ്യൻ്റെ വഴികളേക്കാൾ ഉയർന്നതാണ്. നമുക്ക് മനസ്സിലാവാത്ത വഴികളിലൂടെ തന്നെയാണ് ദൈവം പലപ്പോഴും നമ്മെ നടത്തുന്നത്. പത്രോസ് യേശുവിനെ സ്നേഹിച്ചവനായിരുന്നു. എന്നാൽ പത്രോസ് പറഞ്ഞത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയെ എതിർക്കുന്നത് സാത്താൻ്റെ പ്രവൃത്തിയുമായി സാമ്യമുള്ളതുകൊണ്ടാണ്. ഒരു കുഞ്ഞിന് രോഗം വരുമ്പോൾ ഡോക്ടർ മരുന്ന് കൊടുക്കുന്നു. പക്ഷേ ആ കുഞ്ഞ് കയ്പുള്ള മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കുന്നു. കുട്ടി കരയാം, കയ്പുണ്ടെന്ന് പറഞ്ഞ് എതിർക്കാം. പക്ഷേ അത് കഴിക്കാതെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് ആ അമ്മയ്ക്കും ഡോക്ടർക്കും അറിയാം. അതുപോലെ ദൈവം നമ്മെ പരീക്ഷണത്തിലൂടെയോ കഷ്ടത്തിലൂടെയോ കൊണ്ടുപോയാലും അതിന് പിന്നിൽ നല്ല ഒരു ലക്ഷ്യമുണ്ട്. അത് വേദനിപ്പിച്ചാലും നമുക്ക് മനസ്സിലാകാതിരുന്നാലും അവൻ്റെ ഇഷ്ടത്തോട് വഴങ്ങി നടക്കേണ്ടതാണ്. ദൈവം അനുവദിക്കുന്ന വഴികൾ നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് ആമേൻ എന്ന് പറയുകയാണ് നമ്മുടെ കടമ. അതുകൊണ്ട് മനുഷ്യചിന്തയിൽ നിന്നല്ല, ദൈവവചനത്തോട് വഴങ്ങി ജീവിക്കുക, എതിർക്കാതെ അനുസരിക്കുക. അതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.